ഓപ്പറേഷൻ ട്വിസ്റ്റ് എന്ന ഒരു മെക്കാനിസത്തെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓപ്പറേഷൻ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്കിൻ്റെ ഒരു മോണിറ്ററി മെക്കാനിസമാണ്. മോണിറ്ററി പോളിസി മെക്കാനിസത്തിനെയാണ് ഓപ്പറേഷൻ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. നിലനിൽക്കുന്ന ട്രഡീഷണൽ മോണിറ്ററി പോളിസി മെക്കാനിസംസ് ഇഫക്റ്റീവ് അല്ലാത്ത സാഹചര്യത്തിൽ ഒരു ലാസ്റ്റ് റിസോർട്ടായിട്ട് റിസർവ് ബാങ്ക് ഓപ്പറേഷൻ ട്വിസ്റ്റ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം അപ്ലൈ ചെയ്യുന്നു. ഈ ഓപ്പറേഷൻ ട്വിസ്റ്റിൽ സെക്യൂരിറ്റീസ്, അതായത് ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് സെയിൽ ചെയ്യുകയും അതേ സമയം തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് ലോങ് ടേം സെക്യൂരിറ്റീസ് ബൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓപ്പറേഷൻ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. സെല്ലിങ് ഓഫ് ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ആൻഡ് ബൈയിങ് ഓഫ് ദിസ് ലോങ് ടേം സെക്യൂരിറ്റീസ് സൈമൾട്ടേനിയസ്ലി. അപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയപ്പെടുന്നത് കൺട്രോൾ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ടു കൺട്രോൾ ദി ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, ഈ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് വിൽക്കുകയും ലോങ് ടേം സെക്യൂരിറ്റീസ് വാങ്ങുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് റിസർവ് ബാങ്കിന് ഇൻട്രസ്റ്റ് റേറ്റിനെ കൺട്രോൾ ചെയ്യാവുന്ന പറ്റുന്നത് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം ഈ സെല്ലർ ഓഫ് ദി സെക്യൂരിറ്റീസ് എന്ന് പറയപ്പെടുന്നത് റിസർവ് ബാങ്ക് സെല്ല് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഒരു സാധനം സെയിൽ ചെയ്യുമ്പം സെയിൽ ചെയ്യുന്ന ആളിന് എന്താണ് കിട്ടുന്നത്? ഇൻ റിട്ടേൺ മോണിറ്ററി റിസോഴ്സസ് ആണ് കിട്ടുന്നത്. അപ്പം ഓപ്പൺ മാർക്കറ്റിൽ ഷോർട്ടേജ് സെക്യൂരിറ്റീസ് വിൽക്കുമ്പോൾ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും മണി സപ്ലൈ എങ്ങോട്ട് പോകുന്നുണ്ട്? റിസർവ് ബാങ്കിലേക്ക് തിരിച്ചൊഴുകുന്നു. ദാറ്റ് മീൻസ് എക്സസ് മണിയെ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ മണി എക്സസ് ആയിട്ട്, അതായത് ഇൻഫ്ലേഷനാണ് ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്. എക്സസ് മണിയെ കൺട്രോൾ ചെയ്യുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം വിഡ്രോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മണി സപ്ലൈ കുറയുകയും അങ്ങനെ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റിനെ കൗൺട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു. സൈമൾട്ടേനിയസ് ആയിട്ട് ലോങ് ടേം സെക്യൂരിറ്റീസ് വാങ്ങുമ്പോഴും സെക്യൂരിറ്റീസിൻ്റെ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈസ് റേറ്റ് ഇൻക്രീസ് ചെയ്യപ്പെടുന്നു. പ്രൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യുകയാണ്? അറ്റ് ഹയർ പ്രൈസിൽ നമ്മളൊരു സാധനം വാങ്ങുകയാണ് എങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഈൽഡ് അല്ലെ റിട്ടേൺ കുറയും. അതായത് 10 രൂപയ്ക്ക് വാങ്ങിക്കേണ്ട ഒരു സാധനം 15 രൂപയ്ക്ക് വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞാൽ റിട്ടേൺ ആണ് കുറയുന്നത്. ആ വാങ്ങുന്ന ആളിന് അതിനകത്ത് നിന്ന് കിട്ടുന്ന പ്രോഫിറ്റബിലിറ്റിയാണ് കുറയുന്നത്. അപ്പം ഹയർ പ്രൈസിൽ സെക്യൂരിറ്റീസ് വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈസ് കൂടി അങ്ങനെ ഈൽഡ് കുറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതായത് പിന്നീട് നമ്മൾ ലോങ് ടേം സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് ആ ഒരു സാഹചര്യത്തിൽ പ്രൈസ് കൂടിയിട്ട് ഈൽഡ് കുറയുന്ന സാഹചര്യത്തിൽ അതിനകത്ത് നിന്ന് കിട്ടുന്ന വാല്യൂ ആണ് കുറയുന്നത്, റിട്ടേൺ ആണ് കുറയുന്നത്. അങ്ങനെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു? ഇൻട്രസ്റ്റ് റേറ്റും അതിന് ഈക്വലായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ എക്കോണമിയുടെ സന്തുലനാവസ്ഥ നിലനിർത്താനായിട്ട് സാധിക്കും. ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ഓപ്പറേഷൻ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. UPSCയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ് ഓപ്പറേഷൻ ട്വിസ്റ്റ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന്. അപ്പം സെക്യൂരിറ്റീസാണ്, ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ദിസ് സെക്യൂരിറ്റീസുമായിട്ടാണ് ഓപ്പറേഷൻ ട്വിസ്റ്റ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് അടുത്തതായിട്ട് ഇനി അടുത്തൊരു നല്ലൊരു ടോപ്പിക്ക് നമുക്ക് കൊണ്ടുവരാം. ഓക്കെ.